നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റ്, യൂണിയൻ ഗവൺമെൻറ് ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ്. ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ്. പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ, ഇറ്റ്സ് എ ലൈഫ് സേവിങ് ഫോർ ദി NDA ഗവൺമെൻറ്റാണ്. അതാണ് ആക്ച്വലി വേണ്ടത്. ഒരു NDA കോalitionനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരിയായി പറയുമ്പോഴുള്ള കാര്യം. പൊതുവിൽ ഇതിൻ്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യം, കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെൻറ്റിന് യാതൊരു അർഹതയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം. ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ്, രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ്. അതാണ് ചെയ്തത്. അതുകൊണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യം പറയാൻ മോഡി ഗവൺമെൻറ്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബഡ്ജറ്റും ഈ ബഡ്ജറ്റുമായിട്ട് അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് കാണാം ചെലവുകളുടെ കാര്യത്തിൽ. എന്നാൽ ചെലവുകൾ ഓരോന്നും എടുത്താലോ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് പല മേഖലയിലും വരുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ചില മേഖലയിലെ സബ്സിഡി, ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിനകത്ത് വന്നിട്ടുള്ള വെട്ടിക്കുറവ് 22-23 2,72,000 കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് കുറഞ്ഞു വന്നു. ഈ വർഷം അത് 2,05,000 കോടിയുള്ളൂ. 2,70,000 കോടി 22-23 ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു. ഇതിപ്പോൾ ഷാർപ്പായിട്ട് 2,05,250 കോടിയായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്.